Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എവിടെ വരെ എടുത്തു നിർത്തിയത്? ഇനി 7 ആണ് എടുക്കാനുള്ളത്. 7th one സ്പീക്കേഴ്സ് ബ്യൂറോ ആണ് എടുക്കാനുള്ളത് അല്ലെ? അഡ്വൈസറി കമ്മിറ്റി വരെ കംപ്ലീറ്റ് ആയോ? അതെടുത്തു. അഡ്വൈസറി എടുത്തില്ല. സ്പീക്കേഴ്സ് ബ്യൂറോ അല്ലേ എടുത്തു നിർത്തിയത്? യെസ് മാം. ഓക്കെ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് അഡ്വൈസറി കമ്മിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അഡ്വൈസറി കമ്മിറ്റി എന്താണ്? നമ്മൾ സ്പീക്കേഴ്സ് ബ്യൂറോ വരെയാണ് എടുത്തു നിർത്തിയിരിക്കുന്നത്. അടുത്തതാണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന ഭാഗം. ലാസ്റ്റ് വൺ ആണ്. Its role should be to suggest hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. അതായത് ഇവിടെ അഡ്വൈസറി കമ്മിറ്റി എന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതി ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഒരു റോളാണ് ഇവിടെ പറയുന്നത്. ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ the methods to overcome their shortcomings. ഷോർട്ട്കമിങ്സ് എന്ന് പറയുന്നത് എന്താ? പോരായ്മകൾ അല്ലെ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അതാണ് ഒന്നാമത്തെ റോൾ. ഈ അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഉപദേശക സമിതിയുടെ ഒന്നാമത്തെ റോൾ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. രണ്ടാമത്തത് interpret the functioning of the hospital to the community. ഈ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഈ രണ്ടും ഒരു അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതിയുടെ പങ്കാളിത്തമാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു അഡ്വൈസറി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവര് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പോരായ്മകള് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. രണ്ടാമത്തത് interpret the functioning of the hospital to the community. കമ്മ്യൂണിറ്റിക്ക് ആ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഇതാ ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അഡ്വൈസറി കമ്മിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായോ? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്ഥാപനത്തിന് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന് കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം പബ്ലിക് റിലേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ ഒരു സ്ഥാപനത്തിന് എത്രത്തോളം പബ്ലിക് റിലേഷൻസ് നിലനിൽക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്രത്തോളം പബ്ലിക് റിലേഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് അത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വിലയിരുത്തുന്നതിലൂടെ സാധിക്കും. അതിനുവേണ്ടി ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്ന പോയിന്റ്സ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് രണ്ടാമത് പറയുന്നുണ്ട് കേട്ടോ. അതിലൊന്നാമത്തതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന്റെ രോഗികളുടെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട സർവേകൾ നടത്തുക. അത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് മിസ് ഇവിടെ പറയുന്നില്ല കേട്ടോ. അത് ഓരോന്നും നമ്മൾ ബോക്സിൽ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പിലൂടെ. മൂന്നാമത്തത് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുണനിലവാര പരിചരണവുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം പരിശോധിക്കുന്നതിലൂടെ. നാലാമത്തത് നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്.
എത്ര നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റിയുടെ സ്വമേധയായുള്ള സ്വമേധയായുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ച് ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്, അവിടെയുള്ള ഹെൽത്ത് സ്റ്റാഫുകളുടെ പിരിഞ്ഞുപോക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്, ക്ലിനിക്സിലും അതുപോലെ ഹെൽത്ത് സെന്ററുകളിലും പേഷ്യൻസിന്റെ ആ ഒരു അറ്റൻഡൻസ് അല്ലെങ്കിൽ ഹാജർ നിലയിലുള്ള ഒരു സ്ഥിരത. Then അടുത്തത് ഡൊണേഷൻസിലൂടെ. Then അടുത്ത ലാസ്റ്റ് വൺ ആണ് ഇൻപേഷ്യൻസ് who live against medical advice. മെഡിക്കൽ അഡ്വൈസിന്റെ വിപരീതമായിട്ട് അല്ലെങ്കിൽ എതിരായിട്ട് അവിടെ നിന്നും ലീവ് ചെയ്ത് പോകുന്ന ഇൻപേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നുണ്ട്, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു സ്ഥാപനമാണോ അത് എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയാണ്. പേഷ്യൻസിന്റെ രോഗികളുടെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സർവേകൾ നടത്തുന്നതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണോ ഈ സ്ഥാപനം എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ, ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ക്വാളിറ്റി ഓഫ് കെയർ, ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളാണോ അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ പരിചരണവുമായി ബന്ധപ്പെട്ട് ഗുണനിലവാരം അവർ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്രത്തോളം കംപ്ലൈന്റ്സ് ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നതിനനുസരിച്ച് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ പറയുന്നുണ്ട്. ദെൻ എത്രത്തോളം സന്നദ്ധ പ്രവർത്തകരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ വ്യാപ്തി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉണ്ട്. ഇനി എത്ര ഹെൽത്ത് സ്റ്റാഫുകളാണ് അവിടെ നിന്ന് കൂടുതലായിട്ട് ടേൺ ഓഫ് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നുണ്ടോ. ഇനി അവിടെ അറ്റൻഡൻസ് ആ ഒരു വരുന്ന പുതിയ പേഷ്യൻസിന്റെ ഒരു ഹാജർ നിലയിൽ സ്ഥിരതയുണ്ടോ. ഇനി അവർക്ക് കൂടുതൽ ഡൊണേഷൻസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഡൊണേഷൻസ് കിട്ടാതെ വരുന്നുണ്ടോ. അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അല്ലെ ലാഭ പഠിച്ചതാണോ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചതല്ലേ, AMA ഫോം ഒക്കെ പഠിച്ചതാണോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻപേഷ്യൻസിന്റെ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നും നമ്മൾ വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ ആ ഒരു സ്ഥാപനത്തിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിൽ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ ബോക്സ് നോക്കി, കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓ, നോക്കി, ഫസ്റ്റ് വൺ ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. ഒരു പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഈ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യുന്നതിന്റെ ഒരു സഹായം എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് എന്തിനാ വിലയിരുത്തുന്നത്? എന്തിനാണ് വിലയിരുത്തുന്നത്? എന്തെങ്കിലും കാര്യത്തിനാണോ? എന്തെങ്കിലും കാര്യമുണ്ടോ? വിലയിരുത്തേണ്ട കാര്യമുണ്ടോ? എന്തിനാ വിലയിരുത്തുന്നത്? ക്വാളിറ്റി അല്ലെങ്കിൽ നിലവാരം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കെയറുമായി ബന്ധപ്പെട്ട് അല്ലെ, അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിചരണവുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെ, അതുപോലെ പേഷ്യൻസ് എപ്പോഴും ഹാപ്പി ആൻഡ് ബെറ്റർ ആക്കി നിലനിർത്താൻ വേണ്ടി, ഇങ്ങനെയുള്ള അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെഷേഴ്സ് ഉപയോഗിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഈ പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നത്. അത് തന്നെ ആദ്യം പറയുന്നത് ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് ultimately translate into better and happier patients.
അതായത് അവിടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന വൈദ്യ പരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്തലുകൾ നമുക്ക് ഇതിലൂടെ നടത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. ആ പേഷ്യൻസിന് ആവശ്യം അത് അവരുടെ സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൂടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവേകൾ നടത്തുമ്പോൾ അവരെവിടേക്കാണോ സംതൃപ്തമല്ലാത്ത ഏരിയാസ് ഉള്ളത് അവിടെ ഇംപ്രൂവ്മെന്റ് നടത്തി ആ പേഷ്യൻസിനെ ഹാപ്പി ആയിട്ടും ബെറ്റർ ആയിട്ടും നമുക്ക് നിലനിർത്താനും ഇതിലൂടെ സഹായകമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിലൊന്നാമതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ രോഗികളുടെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ടുള്ള സർവേകളാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ സർവേക്ക് ആളുകൾ വരാറില്ലേ അല്ലേ? അപ്പൊ അവരെങ്ങനെയാണ് സർവേ നടത്തുക? അല്ലെങ്കിൽ നിങ്ങൾ സർവേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടൊക്കെ സർവേകളൊക്കെ വരാറുണ്ടല്ലോ അല്ലെ? അപ്പൊ സർവേയിൽ എങ്ങനെയാണ്, എന്തായിരിക്കും സർവേയിൽ ഉണ്ടാവുക? ക്വസ്റ്റ്യനേഴ്സ് ആയിരിക്കും. വെരി ഗുഡ്, ക്വസ്റ്റ്യനേഴ്സ് ആയിരിക്കും. ഒരു ചോദ്യാവലികളായിരിക്കും അല്ലെ? കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് ഓപ്ഷൻസ് ഉണ്ടാവില്ലേ അല്ലേ? ഏത് ലെവൽ ഓഫ് ഓപ്ഷൻ ചിലപ്പോ ഗുഡ് ആണോ ആവറേജ് ആണോ അങ്ങനെ ആയിരിക്കാം ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഓപ്ഷൻ ആയിരിക്കാം. അത് ആ ഒരു ക്വസ്റ്റ്യനെയർ അനുസരിച്ചായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, അതിന് ഓപ്ഷൻസും ഉണ്ടാവും. അപ്പൊ അതാണ് ഈ ഒരു പേഷ്യന്റ് സർവേയിലും സാറ്റിസ്ഫാക്ഷൻ സർവേയിലും ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പേഷ്യൻസിനാണ് കൊടുക്കുന്നത് അല്ലെ? അത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നു. അവർക്ക് ഓരോരോ ക്വസ്റ്റ്യനും അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ സർവീസുകൾക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യനുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ആൻസറുകൾ അവർ കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് ആ ഒരു സർവേ എടുത്തതിന്റെ ആ ഒരു റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരുന്നത് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഏതൊക്കെ ഏരിയയിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മേഖലകള് അല്ലെങ്കിൽ ഏരിയാസ് എവിടെയൊക്കെയാണ് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അപ്പൊ ഏതൊക്കെ മേഖലയിൽ അപ്പൊ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവർ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെ? ഇപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും പേഷ്യൻസിന് ഉണ്ടായിട്ടില്ല എന്ന് ഈ ഒരു സർവേയുടെ റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവർ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ നിലനിർത്താൻ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ ആ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അത് നമുക്ക് വരുത്താനായിട്ട് സഹായകമാണ്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ can be conducted by an outdoor survey agency or done as an in-house survey. അതായത് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാം. അതിലൊന്നാമത്തത് ഔട്ട്ഡോർ സർവേ ഏജൻസി, അതായത് പുറത്തൊരു തേർഡ് പാർട്ടി പോലെ പുറത്തെ ഒരു ഏജൻസി വഴി നമുക്ക് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സർവേകൾ കണ്ടക്ട് ചെയ്യാം. അതുകൊണ്ട് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന് പുറത്ത് ഏജൻസികളുടെ സഹായത്തോടു കൂടി പേഷ്യൻസിനിടയിൽ നമുക്ക് ഇങ്ങനെയുള്ള സർവേകൾ നടത്താം. ഇനി അല്ലെങ്കിൽ ഇൻ-ഹൗസ് സർവേ വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അവിടെയുള്ള ജീവനക്കാരെ വെച്ചിട്ട് നമുക്ക് പേഷ്യൻസിനിടയിൽ ഇങ്ങനെയുള്ള സർവേകൾ നടത്താം. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് ഈ പറയുന്ന സർവേകൾ നടത്താൻ സാധിക്കും. ആ സർവേകളിൽ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് ഒരു സർവേയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അവർ ആ ക്വസ്റ്റ്യൻസിന് കൃത്യമായ ഓപ്ഷൻസിൽ മാർക്ക് ചെയ്യും. ആ കൃത്യമായിട്ടുള്ള ആ ഒരു സർവേ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെയേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ വിലയിരുത്തൽ നടത്തി നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഓരോ ഓപ്ഷൻസിനും അവർ കൊടുത്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് അവിടെയുള്ള സർവീസുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ക്വസ്റ്റ്യനെയറിൽ നിന്ന് മനസ്സിലാവുന്നതിലൂടെ അവർ നല്ല ഈ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ അവരുമായിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, എവിടെയാണ് മെച്ചപ്പെടുത്തൽ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അടുത്തതാണ് കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈൻസ് ഇപ്പൊ നമ്മളാണ് ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്നു,
ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവർ തരുന്ന സർവീസുകളൊന്നും അത്ര നമുക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഇഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ തരുന്ന സർവീസിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ അനുഭവപ്പെട്ടാൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കും അല്ലെ? ഇല്ലേ? നമ്മൾ കംപ്ലൈന്റ് കൊടുക്കും. അതേസമയം നമ്മളോട് നന്നായി പെരുമാറി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലും നമ്മൾ അവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ മുതിരുമോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലാണ്, നമ്മളവിടെ നന്നായിട്ട് പെരുമാറുന്ന ഒരു ഹോസ്പിറ്റലാണ്, നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല അല്ലെ? അവരുടെ പേഴ്സണൽ ആയിട്ട് അവിടെയുള്ള സ്റ്റാഫുകളോട് നമ്മൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇനി വരുമ്പോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം നമ്മൾ പറയുമായിരിക്കും. അല്ലാതെ ഒരു കംപ്ലൈന്റ് ആയിട്ട് അവിടെ കൊടുക്കാനും ഇതിനൊന്നും സാധ്യതയില്ല. അപ്പൊ ഇവിടെ ഇത് തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. ഇത് കസ്റ്റമർ കംപ്ലൈന്റ്, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, എത്രത്തോളം നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയാണ് ഒരു ഒത്തിരി നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം? അവര് കൊടുക്കുന്ന സർവീസുകളിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ? ഒത്തിരി കംപ്ലൈന്റ് വരുന്നത് അതുകൊണ്ടല്ലേ? അതെ, അവർ ക്വാളിറ്റി നല്ല രീതിയിൽ അവർ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ്സ് ഉള്ള സർവീസ് കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസിന് അവരുടെ ആ ഒരു സർവീസുകളിൽ സംതൃപ്തരല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടല്ലേ അവരുടെ കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ അവർ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ? പബ്ലിക് റിലേഷൻ ഉണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ? അപ്പൊ ഇത് അത് തന്നെയാ പറയുന്നത്. എന്താ? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, കുറവാണ് കംപ്ലൈന്റ്സ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ എന്നാ പറയുന്നത് അല്ലെ? കംപ്ലൈന്റ് കുറവാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം അവര് നല്ല സർവീസുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ കംപ്ലൈന്റ് കുറവ് വരുന്നത്. വളരെ കുറവ് കംപ്ലൈന്റ് മാത്രം വന്നിട്ടുള്ളെങ്കിൽ അത്രയും നല്ല രീതിയിലാണ് സർവീസ് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പേഷ്യന്റ് അതിന് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അവിടെ കംപ്ലൈന്റ്സ് വരാതെ പോകുന്നത്. അപ്പൊ അവിടെ നല്ല രീതിയിലുള്ളൊരു പബ്ലിക് റിലേഷൻ അവര് നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. കംപ്ലൈന്റ് കൂടിയാൽ അവിടെ പബ്ലിക് റിലേഷൻ കുറവാണ്. കംപ്ലൈന്റ് കുറവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ അവർക്ക് അതവിടെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ? അത് കസ്റ്റമർ കംപ്ലൈന്റ്സ് ഓക്കെയാണോ? ഓക്കെ. അടുത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. ജനറൽ ഒപ്പീനിയൻ പോളില് ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പിൽ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊടുക്കാം, ഒരു സാഹചര്യം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നമായിരിക്കാം നമ്മൾ അവരുടെ മുന്നിലേക്ക് വിടുന്നത്. ആ മുന്നിലേക്ക് വിടുമ്പോൾ പബ്ലിക്കിന് കൊടുക്കുകയാണത് നീഡ്സ് ആൻ ആൻസർ. അതിനൊരു ആൻസർ നമുക്ക് കിട്ടണം. ഇവിടെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അവിടെ നീഡ്സ് ആൻ ആൻസർ. നമ്മുടെ ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പാണ്. പൊതു അഭിപ്രായം എന്താണോ അവരിൽ നിന്ന് കിട്ടുന്നത്, പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമ്മൾ എടുക്കുക. അപ്പൊ അവർ ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനിൽ നിന്നും അവരുടെ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്ന അഭിപ്രായങ്ങൾ എന്തിനെ കുറിച്ചാണോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യനോ ഇട്ട് കൊടുക്കും. ആ സിംഗിൾ ക്വസ്റ്റ്യനുള്ള ആൻസർ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുള്ള ഒരു ആൻസർ നമുക്ക് ജനറൽ പബ്ലിക്കിൽ നിന്നും കിട്ടുന്നത് വഴി ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്യാണ്, അപ്പൊ അത് എന്തായിരിക്കും അതിന്റെ ആൻസർ? ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിലും പറയുന്ന ആളുകളുണ്ടാവും അല്ലെ? നെഗറ്റീവായിട്ട് അതിന് കമന്റ് ഇടുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവരും ഉണ്ടാവും, പോസിറ്റീവായിട്ട് പറയുന്നവരും ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ പറയാണ് ഇന്നൊരു സർവീസ് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു സർവീസ് അത് കൊണ്ടുവന്നാൽ നന്നാവുമോ ഇല്ലയോ, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ മികച്ചതാക്കണമെങ്കിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ജനങ്ങളിലേക്ക് പബ്ലിക്കിലേക്ക് ഇടുന്നു. അപ്പൊ ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലോടാണെങ്കിൽ നമ്മൾ പോസിറ്റീവായ റിസൾട്ട് അല്ലേ പറഞ്ഞു കൊടുക്കാം.
അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലേ പറയുള്ളൂ, അല്ലെ? ചവരിൽ കണ്ട് നമ്മൾ അതാ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് ആ ഒരു സർവീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. അത് ഇഷ്ടമില്ലാത്തൊരു ഹോസ്പിറ്റലിനോടാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലൊരു ഒപ്പീനിയൻ ആയിരിക്കില്ല കാണിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കൂടുതലും വരുന്നതെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ആ ഹോസ്പിറ്റലിനെ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരാണ് ഇതുപോലുള്ള സർവീസ് അവരിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? അത് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷൻ നല്ലതാണ്, ബെറ്റർ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെയും നമുക്ക് സാധിക്കുന്നുണ്ട്. ക്ലിയറാണോ? ജനറൽ ഒപ്പീനിയൻ പോള്. നെക്സ്റ്റ് വരുന്നത് വോളണ്ടിയേഴ്സ്, അതായത് എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വോളണ്ടറി എഫേർട്സ്. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണാം, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, അല്ലെ? ആളുകള് അല്ലെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്താറില്ലേ? അവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്? ഒരു സർവീസ് പോലെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അത് ശരിക്കും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും നിങ്ങൾ കണ്ടു കാണില്ല, പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ചിലവൊന്നും കണ്ടു കാണും, ഇല്ലേ? ഇപ്പൊ NSSലുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഓർഗനൈസേഷൻസിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ ഹോസ്പിറ്റലിലെ പൊതുച്ചോറ് വിതരണം ഇതൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നമ്മുടെ വോളണ്ടിയറി എഫേർട്ട്, സന്നദ്ധ സേവകരുടെ സ്വന്തമായിട്ടുള്ള സ്വമേധയാലുള്ള പരിശ്രമങ്ങളിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളാണ്, അല്ലെ? അല്ലാതെ ആരും നിർബന്ധിച്ചൊന്നും ചെയ്യുന്നതല്ല, ആണല്ലോ? അതെ, ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അത് ഒരുപാടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള പല പ്രോഗ്രാംസും ഉണ്ട്. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തരുമാണ് അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെ? അവരാണ് മുന്നിട്ട് ഇറങ്ങി സ്വമേധയാ നമ്മുടെ ഹോസ്പിറ്റലാണ്, നമുക്കത് ചെയ്യണം, ചെയ്തു കൊടുക്കണം, ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ സേവനമായിട്ട് അത് ചെയ്തു കൊടുക്കണം എന്ന രീതിയിൽ മനോഭാവമുള്ള ആളുകളാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുള്ളൂ, അല്ലെ? ഒരു ഇഷ്ടമില്ലാത്തൊരു ആശുപത്രിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ പോവില്ല. അതേസമയം നമുക്ക് ആ ഒരു ആശുപത്രിയോട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള, നല്ല ഇഷ്ടമുള്ള ഒരു ആശുപത്രിയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം വോളണ്ടിയറിസം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒരു ആശുപത്രിയിൽ എത്രത്തോളം വ്യാപ്തിയോടെ നടക്കുന്നുണ്ടോ അതിനർത്ഥം ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നുണ്ട് എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവട്ടോ. The voluntary corps or volunteers are public-spirited and service-minded people providing extra service. ഇവരൊരു എക്സ്ട്രാ സർവീസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സേവനമാണ് കൊടുക്കുന്നത്. ഈ പറയുന്ന വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്? ഒരു പൊതുബോധമുള്ളവരാണ്, അല്ലെ? പബ്ലിക് സ്പിരിറ്റഡ് ആണ്, പൊതുബോധമുള്ളവര്. അതുപോലെ സേവന മനോഭാവം ഒക്കെ ഉള്ളവരായിരിക്കും ഈ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സേവന മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ they help patients for things in patient care areas. എന്താ? ഇവരെ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാനും തയ്യാറായിരിക്കും. ഇപ്പൊ പേഷ്യൻസിനെ സഹായിക്കണം, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടവരെ സഹായിക്കണോ, അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഇവർ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഒരു എക്സ്ട്രാ സർവീസ് ആയിട്ട്, സേവനമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കാറ്. So more volunteerism in a hospital, better the public relation. നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന് നല്ലൊരു ബെറ്റർ പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ? അത് എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ കമ്മ്യൂണിറ്റി. ഓക്കെ ആണോ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്തതാണ് സ്റ്റാഫ് ടേൺ ഓവർ. സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അതായത് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എത്രത്തോളം മെഡിക്കൽ സ്റ്റാഫുകളാണോ പിരിഞ്ഞു പോകുന്നത്. ഇപ്പൊ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ തന്നെ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ആ ഹോസ്പിറ്റൽ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ,
ഇപ്പൊ നമുക്ക് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എത്രയും വേഗം പോവാനല്ലേ നോക്കാം, അല്ലെ? ആണോ? അവിടെ നമുക്ക് പകരം ആര് വന്നാലും അവർ നല്ല രീതിയിലല്ല നമ്മളോട് ബിഹേവ് ചെയ്തതെങ്കിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോവാനായിരിക്കും നോക്കുക, അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു ഹോസ്പിറ്റല് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരും പബ്ലിക്കിന്റെ ഒരു ഭാഗമല്ലേ, അല്ലെ? അവിടുത്തെ സ്റ്റാഫുകളും നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗമാണ്. അപ്പൊ ആ സ്റ്റാഫുകളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, നന്നായിട്ട് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഈ പിരിഞ്ഞു പോക്കിന്റെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും കുറവായിരിക്കും? എങ്ങനെയായിരിക്കും? നല്ല രീതിയിൽ ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ കുറവായിരിക്കും, അല്ലെ? പിരിഞ്ഞു പോകുന്നതിന്റെ എണ്ണം കുറവായിരിക്കും. ചില സ്ഥാപനങ്ങളിൽ നമുക്ക് ചെല്ലുമ്പോ ഇപ്പൊ നമ്മൾ ചെല്ലുന്ന അധികം നമുക്ക് സാലറി കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. എന്നാൽ പോലും അവിടുത്തെ ആളുകളുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ആ സ്റ്റാഫുകളുടെ ഒക്കെ നമ്മളോടുള്ള പെരുമാറ്റം ഇതൊക്കെ മൂലം നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും, അല്ലെ? കാരണം അതിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടുന്നത് കൊണ്ട് പൈസ കുറവാണെങ്കിൽ സാലറി കുറവാണെങ്കിൽ കൂടി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാൻ ചില സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഹോസ്പിറ്റലിലും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ആ സ്റ്റാഫുകളുടെ പിരിഞ്ഞു പോക്ക് കുറവായിരിക്കും, മിനിമൽ ആയിരിക്കും. അതാണ് അവിടെയും പറയുന്നത്. മിനിമം ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനില് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നത് കൊണ്ടാണ് അത് എന്തിന്റെ സൂചനയാണെന്ന് പറയുന്നത്? മിനിമം ടേൺ ഓവർ ഓഫ് സ്റ്റാഫ്, ജീവനക്കാർ അധികം പിരിഞ്ഞു പോവാതിരിക്കുന്നത് നല്ല ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. ക്ലിയർ ആണോ? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അടുത്തത് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്, അതായത് പേഷ്യൻസ് ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞു, ഡോക്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നു കഴിഞ്ഞ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരും, അല്ലെ? അടുത്ത ദിവസം ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് ഫോളോ അപ്പിന് വരേണ്ട ഡേറ്റ്. നിങ്ങള് അന്ന് ചിലപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ എന്താണെന്നും ചിലപ്പോൾ നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും, എത്രാമത്തെ ടോക്കൺ ആണെന്ന് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരാണ്, അതായത് നിങ്ങളുടെ ഫോളോ അപ്പിന് വരേണ്ട ദിവസം ഇന്ന ദിവസമാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു മെസ്സേജുകളോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോളുകളോ ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്കതോട് ആ ഹോസ്പിറ്റലിൽ അത്രയും ശ്രദ്ധയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും അറ്റൻഷൻ തരുന്നത് കൊണ്ടല്ലേ അങ്ങനെയുള്ള കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഒക്കെ വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മളിപ്പോ ചിലപ്പോ പോകണ്ടെന്ന് വിചാരിച്ചാല് ഇങ്ങനെയുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ കോളുകളോ വരുമ്പോ നമ്മൾ പോവാനായിട്ട് നമുക്ക് തോന്നും, അല്ലെ? തോന്നോ? നിങ്ങളോട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് തോന്നുമോ? ഓ നമ്മളുടെ ഹെൽത്തിനോട് ഇത്രയും ആ ഒരു സ്ഥാപനത്തിന് ഇത്രയും ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ വരും, അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മളൊരു സ്ഥാപനത്തിൽ പോയി അതേ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മറ്റെന്തൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിനും നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിരന്തരം ആ ഹോസ്പിറ്റലിൽ തന്നെ സമീപിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ പേഷ്യന്റിന്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പോയി നമുക്ക് അതേപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പിന്നെയും ആ ഹോസ്പിറ്റലിനെ തന്നെയാണ് സമീപിക്കുന്നത്. ഇതുപോലെ മറ്റു പേഷ്യൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ആ ഒരു പേഷ്യന്റിനെ സ്ഥിരത നിലനിർത്താൻ പറ്റുന്നില്ലേ അവർക്ക്, അല്ലേ? അവിടുത്തെ പേഷ്യന്റ് എന്ത് ചെയ്യുന്നില്ല? മറ്റു ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് പോകുന്നില്ല, ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹാജറിന്റെ ആ ഒരു സ്ഥിരത അല്ലെങ്കിൽ അറ്റൻഡൻസിന്റെ ഒരു സ്ഥിരത നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കണം. അങ്ങനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു പബ്ലിക് റിലേഷൻ അവര് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് when patients are reminded of their appointment as text message, email or over the phone.
ഇവിടെ ഒരു ഹയർ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ വരവ് ഉയർത്തണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പേഷ്യൻസിനെ ഓർമ്മപ്പെടുത്തണം. അവരുടെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയോ ഇമെയിലുകളിലൂടെയോ അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയോ അവരെ ഓർമ്മപ്പെടുത്തിയാൽ അതിലൂടെ നമുക്ക് ഹയർ പേഷ്യന്റ് ടേൺ ഓവർ അല്ലെങ്കിൽ പേഷ്യൻസ് ഒരുപാട് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ ഒരു വരവിനെ കിട്ടാൻ പറ്റും. ആ better the relation of contact with the patient, more consistent will be the patient's attendance. ഇനി എന്താ? ആ ഒരു നല്ല പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ നല്ലൊരു കോണ്ടാക്ട് നമുക്ക് ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആ ഒരു പേഷ്യൻസിന്റെ അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവരുമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു അറ്റൻഡൻസിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയും സ്ഥിരതയും നമുക്ക് നിലനിർത്താൻ സാധിക്കും. ക്ലിയർ ആണോ? അത് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് മനസ്സിലായോ? കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ പേഷ്യന്റ് ടേൺ അപ്പ്. പേഷ്യൻസിന്റെ വരവ് നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഒരു വരവ് കൂട്ടണമെങ്കിൽ നമുക്ക് അവരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരെ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയോ ഇമെയിലുകളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ അവരെന്ത് ചെയ്യുക? റിമൈൻഡർ കൊടുക്കുക അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുക. അങ്ങനെ നല്ല രീതിയിൽ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കുന്നു. എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നു. അങ്ങനെ കോണ്ടാക്ട് ഇപ്പോൾ ഫോൺ കോളിലൂടെയുള്ള കോണ്ടാക്ട് ആവാം, ഇമെയിലൂടെയോ കോണ്ടാക്ട് ആവാം, അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെയുള്ള കോണ്ടാക്ട് ആവാം. അങ്ങനെ ഒരു ബെറ്റർ കോണ്ടാക്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വെക്കുന്നതിലൂടെ തന്നെ ഇതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അവരുടെ ഇടയിൽ വളർത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? അപ്പൊ ആ ഒരു ഹാജർ നില അല്ലെങ്കിൽ ആ ഒരു അറ്റൻഡൻസ് സ്ഥിരതയോടെ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ആ ഹോസ്പിറ്റലില് ആ പേഷ്യൻസുമായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നത് കൊണ്ടാണ് ആ ഒരു സ്ഥിരത നമുക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്തത് ഡൊണേഷൻസ്. ഡൊണേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭാവനകൾ കിട്ടുകയാണ് അല്ലെ? ഡൊണേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് സംഭാവനകൾ കിട്ടാറുണ്ടോ? അതിപ്പോ പണമായിട്ട് വേണമെന്നില്ല കേട്ടോ, അല്ലാത്ത സംഭാവനകൾ കിട്ടാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മള് കണ്ടിട്ടില്ലേ? നിങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അവിടെ ഡൊണേറ്റഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല? എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷീനറീസോ കണ്ടിട്ടില്ലേ? അതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആ ബിൽഡിങ്സ് ആവാം, വീൽ ചെയർ ആവാം, എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ ഡൊണേഷൻസ് കിട്ടാറുണ്ട് അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽസിന് ചിലപ്പോ നല്ല രീതിയിലുള്ള ഡൊണേഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമുള്ള ഹോസ്പിറ്റലിന്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് എല്ലാ രീതിയിലും ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആണ് വിചാരിക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ പരിചരണങ്ങളും അവിടെ നമുക്ക് കിട്ടുന്നില്ല. കാരണം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു ആശുപത്രിയാണ്, അവരത്രയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സർവീസ് പുതിയതായിട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ അവരുടെ കയ്യിൽ അതിനുള്ള ഫണ്ട് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഫണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ കമ്മ്യൂണിറ്റി എന്ന് ഉൾപ്പെടുത്തിട്ട് ഡൊണേഷൻസ് കൊടുക്കും. അങ്ങനെയുള്ള സംഭാവനകളിലൂടെ ആ ഒരു സർവീസ് അവർക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗവൺമെന്റിൽ നിന്നൊരു ഫണ്ട് കിട്ടാതെ തന്നെ ഇങ്ങനെയുള്ള ഡൊണേഷൻസ് വഴി നമുക്ക് അവിടെ ആ ഒരു സർവീസ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണത്, അല്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനെ അത്രയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഡൊണേഷൻസ് കൊടുക്കാൻ തയ്യാറാവുന്നത് ആണല്ലോ. അപ്പൊ അവിടെയും എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ഡൊണേഷൻസ് കിട്ടുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കമ്മ്യൂണിറ്റിക്ക് അത്രയും ഇഷ്ടമായത് കൊണ്ടാണ് അല്ലെ? കമ്മ്യൂണിറ്റിക്ക് അത്രയും ഉപകാരം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഡൊണേഷൻസ് കിട്ടുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്. എന്താണ് ഹോസ്പിറ്റൽസിന്റെ പ്രൈമറി മിഷൻ അല്ലെങ്കിൽ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ബുക്കിൽ ക്ലിയർ അല്ലേ? മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ക്ലിയർ അല്ലാത്ത പോയിന്റ്സ് ആണെങ്കിൽ മിസ് വായിക്കുന്ന സമയത്തൊന്ന് എഴുതി വെച്ചേക്കണേ. ഈ ഡൊണേഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൊണേഷൻസിന്റെ ഫസ്റ്റ് പോയിന്റ്, അതായത് ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്. എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ പ്രൈമറി ദൗത്യം, പ്രാഥമിക ദൗത്യം എന്ന് പറഞ്ഞാല്
പേഷ്യൻസിന് എന്ത് കൊടുക്കുക, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്. ഇൽ പേഷ്യൻസ് പറഞ്ഞാൽ രോഗികളെ ചികിത്സിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്തൊക്കെയാണ്? ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ട്രീറ്റ് കൊടുക്കുക, അതുപോലെ റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്, പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക. Sometimes both the hospital and patient might fail to meet up with the charges needed for this. അപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാറില്ല. ചില ഹോസ്പിറ്റലിൽ ചില സമയത്ത് നമുക്ക് പേഷ്യൻസിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കാതെ വരാം. അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് സാധിക്കാതെ വരാം, അല്ലെ? ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ ഇല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിന് ചിലപ്പോ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ അവിടെ സജ്ജീകരിച്ച് നല്ല സർവീസുകൾ ചിലപ്പോ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റാതെ വരാം, ഇല്ലേ? അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്, ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ആ സർവീസ് ഉണ്ടാവാം, പക്ഷെ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ ആ സർവീസ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ സർവീസ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണ്, ആ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ചാർജ് കൊടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ടോ മണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു സർവീസ് കൊണ്ടുവരാനായിട്ട് മതിയായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാവാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് might fail to meet up these charges. ഈ ചാർജുകൾ ആവശ്യമായി വരുമ്പോൾ അല്ലെങ്കിൽ ഈ സർവീസുകൾ ആവശ്യമായി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് നേരിടാനായിട്ടുള്ള മതിയായ ഫണ്ടുകളുടെ അഭാവം മൂലം നമുക്ക് ആ ഒരു സർവീസ് വാങ്ങാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ സാധിക്കാതെ വരും. ഈ ഒരു സന്ദർഭത്തില് donations are charitable contributions from the public come in handy in such a situation. ഇങ്ങനെയുള്ള സുപ്രധാനപ്പെട്ട സിറ്റുവേഷൻസില് അല്ലെങ്കിൽ സാഹചര്യങ്ങളില് പബ്ലിക്കിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ അല്ലെങ്കിൽ ഡൊണേഷൻസ് വഴിയാണ് നമുക്ക് ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഇപ്പൊ നമുക്കൊരു അധികം ഫണ്ട് ഒന്നുമില്ല, നമുക്ക് സർവീസ് വേണം. ഇപ്പൊ നമ്മുടെ ആരുടെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, നമുക്ക് ആ ഒരു സർവീസിനുള്ള മതിയായ പണമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ആ സംഘടനകളുമായി ബന്ധപ്പെട്ടാൽ അവര് ഫ്രീ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു തരാറില്ലേ? ഇന്ന ഹോസ്പിറ്റൽ, ചില പ്രത്യേക ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, അല്ലെ? പ്രധാനമായിട്ടും ജനറൽ ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എല്ലാം പബ്ലിക് ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു സർവീസ് അവരുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തു തരാറുണ്ട്. ഉണ്ടോ? കേട്ടിട്ടില്ലേ? പരിചയമില്ലേ? എങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ് റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? ഉറങ്ങാണോ എല്ലാവരും? ആണോ? ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ചിലപ്പോ എന്താ മതിയായിട്ടുള്ള ഫണ്ട് ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ചില ഉപകരണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റു മിഷനറീസുമായി ബന്ധപ്പെട്ടൊന്നും ചിലപ്പോൾ ഫണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസ് ഡൊണേഷൻ വഴി അതിനുള്ള ഫണ്ടുകൾ കൊടുക്കും. അല്ലെങ്കിൽ അവർ ആ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മിഷനറീസ് ഒക്കെ അവിടെ സ്ഥാപിക്കും. അപ്പൊ ഡൊണേറ്റഡ് ബൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. പിന്നെ പോകുമ്പോൾ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാല് ചില ബിൽഡിങ്ങുകൾ കൊടുക്കാറുണ്ട് ഡൊണേഷൻ ആയിട്ട്, അതുപോലെ ചില മെഷീനറീസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ നെല്ല് ഡൊണേറ്റഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചില പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡൊണേഷൻസ് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഈ സ്ഥാപനം കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള മതിയായ ഡൊണേഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഇൻപേഷ്യൻസ് ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ലാമ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് എന്തുകൊണ്ടാണ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ചെയ്തു പോകുന്നത്? എന്തുകൊണ്ടാണ്? ഒരു ഹോസ്പിറ്റലിന് നമ്മള് അവരുടെ ഫിസിഷ്യൻസിന്റെ ഓർഡർ ഒന്നും കേൾക്കാതെ അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഡ്വൈസ് ഒന്നും കേൾക്കാതെ നമ്മളത് പിടിഞ്ഞു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അവർ തരുന്ന സർവീസുകളിൽ നമ്മൾ തൃപ്തരല്ലാത്തത് കൊണ്ടാവാം.
അല്ലെങ്കിലോ നമുക്ക് മതിയായ ഫണ്ടുകൾ കൊടുക്കാൻ സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ടാവാം, അല്ലെ? അവിടെ പല കാരണങ്ങൾ കൊണ്ട് നല്ലൊരു ബെറ്റർ റിലേഷൻ, അതെ, നോ ബെറ്റർ റിലേഷൻ പേഷ്യൻസ് ആണ്. അപ്പൊ ഇവിടെ പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാറുണ്ട്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എല്ലാം നടക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇൻപേഷ്യന്റ് എക്സ്പ്രസ് ദ ഡിസൈർ ടു ലീവ് അഗെയിൻസ്റ്റ് ദ അഡ്വൈസ് ഓഫ് ദ ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യന്റെ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് ഒരു ഇൻപേഷ്യന്റ് അവർക്ക് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. എന്താ? ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകണം എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അതിനെയാണ് ശരിക്കും ലീവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. അത് അവരുടെ ഫിസിഷ്യന്റെ അഡ്വൈസ് പ്രകാരം അല്ലാതെ നമ്മൾ പോരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? ഈ ഒരു AMA പ്രൊസീജിയർ ഈസ് എക്സ്പ്ലെയിൻഡ് ആൻഡ് ദ പേഷ്യന്റ് റെസ്പോൺസിബിൾ പാർട്ടി സൈൻസ് ദ AMA ഫോം. ഈ ഒരു AMA ഫോം, ഈ പ്രൊസീജിയർ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഫോം ഒക്കെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ തരും. ആ ഒരു തന്നു കഴിയുമ്പോ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോം ഫില്ല് ചെയ്ത്. അപ്പൊ ഫോം എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ഒരു ഫിസിഷ്യന്റെ അഡ്വൈസ് ഇല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോലാണ് എന്നുള്ളൊരു ഫോമാണ്, അല്ലെ? അപ്പൊ ആ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമ്മളത് വായിച്ച് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിസിഷൻ, അതായത് നമ്മൾ തീരുമാനമെടുത്ത ആ ഒരു തീരുമാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, ഇനി അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അത് ആ ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വം എന്റെ മേലാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നു എന്നാണ് ആ ഒരു ഫോമിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്. ഇത് അതിനുശേഷം അവരുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. ഇനി മോർ ലാമ പേഷ്യൻസ്, ഒരു ഹോസ്പിറ്റൽ, നമുക്ക് ഇവിടെ എന്താ ധ്യാനം? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലാമ പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ അഡ്വൈസിന് എതിരനുസരിച്ച് ഒരുപാട് പേഷ്യൻസ് അവിടെ നിന്ന് പോവാണെന്ന് വിചാരിക്കാം. വേഴ്സർ ഈസ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റൽ എങ്ങനെയാ? വളരെ മോശമായിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും അധികം പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്? ലീവ് ചെയ്ത് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. Clear ആണോ അത്? Inpatients leaving against medical advice. Okay. അടുത്തതാണ് ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ലോക്കൽ ന്യൂസ് പേപ്പറിൽ നമ്മള് എഡിറ്റേഴ്സിന് ലെറ്ററുകൾ നൽകുകയാണ് ചെയ്യുന്നത്. അതെന്തായത്? ഓൾ ന്യൂസ് പേപ്പേഴ്സ് ഹാവ് എ പേജ്. എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഒരു പേജ് ഉണ്ട്. അതായത് ലെറ്റേഴ്സ് ഫ്രം ദ റീഡേഴ്സ് ആർ പബ്ലിഷ്ഡ്. ഇപ്പൊ നമ്മൾ വായനക്കാരുടെ ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ഉണ്ട്. എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ട് അത്. ലെറ്റേഴ്സ് നമ്മുടെ വായനക്കാരിൽ നിന്ന് മുൻപൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. മുൻപ് നമ്മുടെ പേപ്പർ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും അധികം ലെറ്റേഴ്സ് ഒന്നും വരാറില്ല. അതേസമയം മുൻപൊക്കെ കൂടുതലായിരുന്നു. അപ്പൊ ആ ലെറ്റേഴ്സ്, വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ലെറ്റേഴ്സിന് ഏതെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും ഒരു പേജ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, ഇഫ് there is something in the news that you want to respond to or let the public know of some medical situation like a recent epidemics, you can write a letter to the editor and make it published. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലുകാർക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ന്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ, ആ പബ്ലിക് അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ എന്താണോ അതിനെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എപ്പിഡമിക്സ് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട കാരണമാണെങ്കിൽ ആ ഒരു റീസൺ വെച്ചിട്ട്, ആ ഒരു കാരണം വെച്ചിട്ട് ഒരു ലെറ്റർ റൈറ്റ് ചെയ്ത് ആ എഡിറ്റർക്ക് അയച്ചു കൊടുക്കുകയും അവരിലൂടെ ആ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇതിലൂടെയും നമുക്ക് എന്താ? അപ്പൊ അങ്ങനെ ഒരു പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൂടെ നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് എത്രത്തോളം അവർ കമ്മിറ്റഡ് ആണ് ആ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? അത് അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണമേന്മകളാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി, എന്തൊക്കെ ക്വാളിറ്റികളാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റികളാണ്. അതിൽ ഒന്നാമതാണ് ആംബിൾ കോമൺ സെൻസ്. ഒരു മതിയായിട്ടുള്ള ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യ ബുദ്ധി ആർക്കുണ്ടായിരിക്കണം? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. ഒരു ഒന്നാന്തരം ഓർഗനൈസിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സംഘടനാ ശേഷി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ആൻഡ് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നല്ല രീതിയിൽ ഒരു ജഡ്ജ്മെന്റ്, നല്ലൊരു ലക്ഷ്യബോധവും അതുപോലെ തന്നെ വസ്തുനിഷ്ഠതയും ഉള്ളൊരു വ്യക്തിയായിരിക്കണം നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ആൻഡ് എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. എന്താ എബിലിറ്റി ടു ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പിക്കാനുള്ള കഴിവ് അല്ലെ? ഓരോ കാര്യങ്ങൾ സങ്കല്പിക്കാനും അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്ന് വെച്ചാൽ എന്താണ്? പരിധിയില്ലാത്തൊരു ശേഷി. എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാല് എത്രത്തോളം പ്രോബ്ലംസ് വന്നോട്ടെ, എന്ത് കാര്യങ്ങളോ വന്നോട്ടെ, അതിനൊക്കെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പ്രോബ്ലംസ് വന്നാലും അതൊന്നും തളരാതെ നല്ല രീതിയിൽ അതൊക്കെ ഒരു പരിധി കൂടുതൽ അല്ലെങ്കിൽ പരിധി ഇല്ലാതെയും അത് ശേഷിയുണ്ട്. അത് എന്താണ്? മാനേജ് ചെയ്യാനും അതുപോലെ അതിനെതിരെ പ്രവർത്തിക്കാനുമുള്ള ഒരു ശേഷിയുള്ള ഒരു വ്യക്തിയായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നാ പറയാം. അപ്പൊ എന്താണ് പറഞ്ഞ? ആദ്യത്തെ പറഞ്ഞാൽ ഒരു ആംബിൾ കോമൺ സെൻസ്, ഒരു മതിയായ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ആ ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, നല്ലൊരു ഒന്നാന്തരം സംഘടനാ ശേഷിയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, നല്ലൊരു ലക്ഷ്യബോധവും അതുപോലെ തന്നെ വസ്തുനിഷ്ഠതയും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്, എല്ലാ കാര്യങ്ങളും സങ്കല്പിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ നന്നായി അഭിനന്ദിക്കാനുമുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് ആക്ഷൻ. എന്താ? ടേക്കിംഗ് പെയിൻ. എന്താ? ഒരു പരിധിയില്ലാത്ത ശേഷി. അതായത് ഇപ്പൊ മെന്റലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഒരുപാട് എന്താണ് അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ ചിലപ്പോൾ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വിപരീതമായി നിന്ന് അതിനോടൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു ശേഷി ഇവർക്ക് ഉണ്ടായിരിക്കണം. അതൊരു പരിധിയില്ലാത്തതാണ്. ഒരു പരിധി വരെ എന്നുള്ളതല്ല, എത്രത്തോളം അങ്ങനെയുള്ള അലിഗേഷൻസ് വന്നാലും പ്രോബ്ലംസ് വന്നാലും ഞാൻ അതിനെ നേരിടാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. എത്ര നേരമെങ്കിലും അത് ലോങ് അവേഴ്സ്, ദീർഘനേരം ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അപ്പൊ എത്ര സമയം, ഇന്ന പെർട്ടിക്കുലർ സമയം വരെ ഞാൻ വർക്ക് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യില്ല, അങ്ങനെ പറയാൻ പാടില്ല. എത്ര ദീർഘനേരത്തോളം, ഒത്തിരി സമയം, സാധാരണ ഒരു പർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ദീർഘനേരത്തോളം അവിടെ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു റെഡിനെസ് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ആൻഡ് ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. പിന്നെ എന്താ? ഒരു യഥാർത്ഥ ബോധവും അതുപോലെ നല്ല നർമ്മബോധവും അവർക്ക് ഉണ്ടായിരിക്കുക. ഒരു ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു നല്ല യഥാർത്ഥ ബോധവും അതുപോലെ തന്നെ നല്ല നർമ്മബോധവും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം.
and capacity to write and speak English fluently. നല്ല രീതിയിൽ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുമുള്ളൊരു കഴിവുണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. ഇനി എന്താ, നല്ലൊരു ശബ്ദവും പൊതു ഇടങ്ങളിൽ സംസാരിക്കാനുള്ളൊരു കഴിവും ഉണ്ടായിരിക്കണം. അടുത്തതാണ് ക്രിയേറ്റിംഗ് ഇൻ ഐഡിയാസ്. ഒരു ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങളെ കൊണ്ടുവരാനുള്ളൊരു കഴിവ് വേണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. അവർ എന്ത് ജോലിയാണോ അല്ലെങ്കിൽ എന്ത് പ്രൊഫഷൻ ആണോ ചെയ്യുന്നത് ആ തൊഴിലിനെ കുറിച്ചുള്ളൊരു അടിസ്ഥാന ധാരണ അവർക്കുണ്ടായിരിക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. ആ ഒരു സ്ഥാപനത്തിന്റെ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു നല്ല ചിത്രം ആ സ്ഥാപനത്തിന് മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആണ്. എന്താണ്, ബുദ്ധിപരമായും അതുപോലെ ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മുൻകരുതൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. അതുപോലെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. എന്താ, ഒരു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനം കൊണ്ടുവരാനും ഇവർക്ക് സാധിക്കണം. ആൻഡ് മീഡിയ സ്പെഷ്യലൈസേഷൻ. നല്ല മാസ് മീഡിയാസുമായി ബന്ധപ്പെട്ടുള്ള മീഡിയാസിന്റെ ഒക്കെ സ്പെഷ്യലൈസേഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ നടത്താനും പ്രാവർത്തികമാക്കാനുമുള്ള കഴിവ് വേണം. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പറുകളിലോ അല്ലെങ്കിൽ മറ്റു മാഗസീനുകളിലോ ആർട്ടിക്കിൾസിലോ ഒക്കെ എഡിറ്റോറിയൽസുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ കുറെ എഡിറ്റോറിയൽസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ എഡിറ്റോറിയൽസ് അത് എഴുതാനും തയ്യാറാക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള റൈറ്റിംഗ് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആളായിരിക്കണം ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട നല്ല ക്വാളിറ്റികളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി പറയാം. ആംബിൾ ഒരു നല്ല കോമൺ സെൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. നല്ല ഒന്നാന്തര സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. നല്ലൊരു യഥാർത്ഥ ഗുഡ് ജഡ്ജ്മെന്റ്, നല്ലൊരു ലക്ഷ്യബോധവും അതുപോലെ തന്നെ വസ്തുനിഷ്ഠതയും ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് എന്താ പറഞ്ഞേ, അവർക്ക് എല്ലാ കാര്യങ്ങളും സങ്കല്പിക്കാനും മറ്റുള്ള കാര്യങ്ങളെ അഭിനന്ദിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. എന്തൊരു പെയിൻ വന്നാലും എന്തൊരു പ്രോബ്ലം വന്നാലും എന്തൊരു അലിഗേഷൻ വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിധി അല്ലെങ്കിൽ ശേഷി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. എത്ര ദീർഘനേരം വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. ആ യാഥാർത്ഥ്യ ബോധവും ഒരു നല്ല നർമ്മബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം. കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻലി. എഴുതാനും അതുപോലെ പറയാനും ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും പറയാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവുണ്ടായിരിക്കണം. നല്ല സംസാരം, നല്ല ശബ്ദവും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. ദെൻ ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്. എല്ലാ ആശയങ്ങളും ക്രിയാത്മകമായി കൊണ്ടുവരാനുള്ള ഒരു കഴിവ്. ഒരു അടിസ്ഥാന ധാരണ, നമ്മൾ ചെയ്യുന്ന തൊഴിലിലെ ഒരു അടിസ്ഥാന ധാരണ അവർക്കുണ്ടായിരിക്കണം. അതുപോലെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നല്ലൊരു ചിത്രം പബ്ലിക്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ നല്ലൊരു ബുദ്ധി ഉണ്ടായിരിക്കണം. അതുപോലെ ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാനൊരു കഴിവുണ്ടായിരിക്കണം. റിസൾട്ട് ഓറിയന്റഡ് ഒരു അപ്രോച്ച് ആയിരിക്കണം. ഫലത്തെ ആശ്രയിച്ചു അല്ലെങ്കിൽ ഫലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമീപനങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ആൻഡ് മീഡിയ സ്പെഷ്യലൈസേഷൻ, അല്ലെ, മീഡിയയുമായിട്ട് നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള കഴിവ്. ന്യൂസ് പേപ്പേഴ്സ് ആവാം, TV ആവാം, റേഡിയോ ആവാം, ഏതൊരു മീഡിയയുമായിട്ടും നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്. പലതരത്തിലുള്ള എഡിറ്റോറിയൽസ് ഒക്കെ റൈറ്റ് ചെയ്യാനും എഴുതാനും അത് തയ്യാറാക്കാനും എഡിറ്റ് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൂടി നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റോൾ ഓഫ് PR ഓഫീസർ ആണ്. അത് ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം കേട്ടോ. കാരണം അത് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യഭാഗമാണ്. PR ഓഫീസറിന്റെ
റോൾസ് ഏതൊക്കെയാണ്? ഒന്ന് അഡ്വക്കേറ്റ് എന്നുള്ള റോൾ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ഒരു റോൾ ഉണ്ട്, പ്രോബ്ലം സോൾവർ എന്നുള്ള ഒരു റോൾ ഉണ്ട്, ഒപ്പീനിയൻ മാസ്റ്റർ. ഈ 4 എണ്ണവും 4 പേരുകളും നിങ്ങൾ നോക്കി വെക്കണം. റോൾ ഓഫ് PR ഓഫീസർ 4 പേരുകളാണ്. ഇന്ന ഇത് എന്ത് റോളിലാണ് അല്ലെങ്കിൽ എന്ത് റോളാണ് ആ ഒരു PR ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഓരോ റോളും എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഈ 4 എണ്ണവും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അതുപോലെ ക്വാളിറ്റീസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻക്ലൂഡഡ് ആയ ഇത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത്, നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസിൽ ഉൾപ്പെടുന്നവ ഏതാണ്, ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓൾമോസ്റ്റ് എനിക്ക് നമുക്കൊന്ന് വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അതുപോലെ ലാമ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് അടുത്തതായിട്ട് ചോദിക്കാറ്? ആ ഒരു ഡൊണേഷൻസുമായി ബന്ധപ്പെട്ടതിൽ ആദ്യത്തെ പോയിന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. മറ്റതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏത് വന്നാലും ഏത് ഓപ്ഷൻ വന്നാലും ഇതിൽ ഉൾപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഉൾപ്പെടാത്തതാണോ, ഇൻഡിക്കേറ്റേഴ്സിൽ ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് അറിയാം കേട്ടോ. അപ്പൊ നമുക്ക് റോൾ ഓഫ് PR ഓഫീസർ 4 എണ്ണവും നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഭാഗമാണ് കേട്ടോ. താങ്ക് യു.